മോളെ, പാപ്പതാ നിനക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാം നിനക്ക് ഇഷ്ടമുള്ളതാ, വേഗം കഴിച്ചോ. ഒരു ദിവസം വൈകുന്നേരം പണി കഴിഞ്ഞു വന്ന അബു ഉമ്മറത്ത് കയറും മുൻപേ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അകത്തു നിന്നും 10-20 വയസ്സ് മാത്രം തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരി ആഹ്ലാദത്തോടെ അബുവിന്റെ അടുക്കലേക്ക് ഓടി വന്നു. അബുവിന്റെ കയ്യിലുള്ള കവർ ഞൊടിയിടയിൽ കൈക്കിലാക്കിക്കൊണ്ട് അതിൽ നിന്നും ഒരു നാരങ്ങ കയ്യിലെടുത്തു. കവർ ഉമ്മറത്തെ വർഷങ്ങൾ പഴക്കമുള്ള മേശയ്ക്കു മുകളിൽ വെച്ചുകൊണ്ട് നാരങ്ങ കഴിക്കാൻ തുടങ്ങി. അബു അത് സന്തോഷത്തോടെ നോക്കി നിന്നു. ദാ ബാപ്പ, കഴിച്ചോളി. മെഞ്ഞാന്ന് കൊണ്ടുവന്നത് പോലത്തെ അല്ലാട്ടോ, ഇതിന് നല്ല മധുരണ്ട്. റോജ അബുവിന്റെ വായിൽ എറുത്തെടുത്ത നാരങ്ങ വെച്ചുകൊടുത്തു. അയാൾ അത് കഴിക്കുമ്പോൾ കവിളിലൂടെ കണ്ണുനീർ ചാടിക്കൊണ്ടിരുന്നു. എന്തിനാ ബാപ്പ കരയുന്നേ? ഇതാട്ടോ എനിക്ക് പിടിക്കാത്ത. ഒന്നുമില്ല, ഞാൻ പെട്ടെന്ന് നിന്റെ ഉമ്മയെ ഓർത്തുപോയി. അയാൾ വേഗം തന്നെ മെയ്തുടച്ച് അവിടെ നിന്നും പോയി. റോജയുടെ മുഖം വാടിപ്പോയി. പകുതി കഴിച്ച നാരങ്ങയും ഒപ്പം ആ കവറും ഫ്രിഡ്ജിലേക്ക് വെച്ചവൾ തന്റെ റൂമിലേക്ക് പോയി. ഉമ്മയുടെ ശൂന്യത മറ്റാർക്കും നികത്താൻ കഴിയാത്ത ഒന്നാണ്. ഉള്ളിൽ ഓരോ നിമിഷവും ആ ശൂന്യത നിറയുമ്പോൾ ഓർമ്മകളുടെ നെരിപ്പോടുകൾ ആരോ ഊതി ഊതി കനലാക്കുകയും പിന്നീട് തീയായി ജ്വലിച്ച് ഉള്ളാകെ പൊള്ളിപ്പോവുകയും ചെയ്യുന്നു. അന്ന് റോജ 8ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. പതിവ് പോലെ ഭക്ഷണം പാത്രത്തിലാക്കി അവളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുമ്പോഴേ ഫാത്തിമയ്ക്കൊരു ക്ഷീണം തോന്നിയിരുന്നു. പക്ഷേ അതവൾ കാര്യമാക്കിയില്ല. റോജയ്ക്ക് പിറകെ അബുവും പണിക്ക് പോയപ്പോൾ ഒന്ന് തല ചായ്ക്കട്ടെ എന്ന് കരുതി കിടന്നതായിരുന്നു. പിന്നീട് ആ കിടത്തത്തിൽ നിന്നവർ എഴുന്നേറ്റിട്ടില്ല. ഫാത്തിമയുടെ വിയോഗം ഗ്രാമത്തിലുള്ളവരെ എല്ലാം ഞെട്ടിച്ചു. രാവിലെ കൂടി കണ്ടതല്ലേ, ഇന്നലെ കുടുംബശ്രീക്ക് വന്നപ്പോഴൊന്നും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. കുറച്ചു മുമ്പേ കൂടി ഞാൻ അവളോട് സംസാരിച്ചല്ലേ. വിയോഗ വാർത്ത കേട്ടവർ പലതും ഇടമുറിയാതെ പറഞ്ഞുകൊണ്ടിരുന്നു. പലരും അബുവിനെ കുറിച്ചും റോജയെ കുറിച്ചും പറഞ്ഞ് സങ്കടങ്ങൾ പങ്കുവച്ചു. കുറച്ചുനാൾ ബന്ധുക്കളും അയൽവാസികളും നാട്ടുകാരും ആ വീട്ടിൽ കയറിയിറങ്ങി. പതിയെ ആരും അവിടേക്കൊന്ന് നോക്കുക പോലും ചെയ്യാതെയായി. എന്നിട്ടും അവർ തന്റെ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി ഓരോ ദിവസവും തള്ളി നീക്കി. അബുവിനു വേണ്ടി മറ്റൊരു വിവാഹം കഴിക്കാൻ പലപ്പോഴും റോജ പറഞ്ഞെങ്കിലും അതിനയാൾ തയ്യാറായിരുന്നില്ല. പിന്നീട് ആ ശ്രമം അവൾ ഉപേക്ഷിച്ചു. ഫാത്തിമ പോയിട്ട് 4 വർഷം കഴിഞ്ഞു. അയാൾ ഒരു നെടുവീർപ്പോടെ ഓർത്തുപോയി. പുഴക്കരയിലേക്ക് പോയ അബു കുളിച്ചു മാറി അല്പനേരം കൂടി അവിടെ തന്നെ ഇരുന്നതിന് ശേഷമായിരുന്നു വീട്ടിലേക്ക് പോയത്. പുറത്തേക്ക് എന്താവശ്യത്തിന് പോയാലും ഇരുട്ടും മുൻപേ അയാൾ വീട്ടിലെത്തുമായിരുന്നു. കാരണം റോജ അവിടെ തനിച്ചാണെന്ന് അയാൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. കൊള്ളും കൊലയും നടക്കുന്ന കാലല്ലേ, പിന്നെ എങ്ങനെ ആ പെങ്കൊച്ചിനെ അവിടെ തനിച്ചിരുത്തും? സദാ അയാളുടെ മനസ്സിലെ ചിന്ത അതുതന്നെയായിരുന്നു. നിന്റെ ഈ ആദി എന്ന് മാറാനാബു? അയാളെ അറിയുന്നവരെല്ലാം ഇടയ്ക്കിങ്ങനെ ചോദിക്കുമ്പോൾ ഒരു പുഞ്ചിരി മാത്രം നൽകിക്കൊണ്ടു പോകും. കുഞ്ഞിനെ വളർത്തും പോലെയാ ആ പെണ്ണിനെ അബു നോക്കുന്നത്. പലരും തമ്മിൽ ചിലപ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. 5 സെന്റ് സ്ഥലത്ത് ഓടുപാകിയ ചെറിയൊരു വീടാണ് അബുവിന്റേത്. അവിടെ ഒരു കിണറുണ്ടെങ്കിലും അതിൽ വെള്ളമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുടിവെള്ളത്തിനായി വയൽ കടന്നുള്ള ആദ്യത്തെ തൊടിയിലെ കിണറിലുള്ള വെള്ളമാണ് അവർ ഉപയോഗിച്ചിരുന്നത്. കുറച്ചപ്പുറത്തേക്ക് മാറിയുള്ള വീട്ടുകാരാണ് ആ കിണറിന്റെ അവകാശി. ആ വയലും അവരുടേത് തന്നെയായിരുന്നു. പണ്ട് മുതലേ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള കുടുംബമായിരുന്നു അവരുടേത്. അതുകൊണ്ട് തന്നെ തൊടിയിലും വയലിലും അവർ ആളെ വെച്ച് കൃഷി ചെയ്യിപ്പിക്കാറുണ്ട്. അതിനുവേണ്ടിയായിരുന്നു ഈ കിണർ കുറച്ചു വർഷം മുൻപ് അവരവിടെ നിർമ്മിച്ചത്. അതുകൊണ്ട് കുടിവെള്ളത്തിന് ക്ഷാമം അനുഭവിക്കുന്നവർക്കെല്ലാം ഈ കിണർ ഒരു താൽക്കാലിക ആശ്വാസമായിരുന്നു. അന്ന് രാവിലെ പതിവ് പോലെ റോജ കിണറ്റിന് കരയിലെത്തിയപ്പോൾ ഒരു അപരിചിതനായ യുവാവിനെ കണ്ടുമുട്ടി. ആദ്യമൊന്നും അവൾ അവനെ ശ്രദ്ധിച്ചില്ലെങ്കിലും പിന്നീട് ഇതൊരു ശീലമായപ്പോൾ റോജയും ശ്രദ്ധിക്കാൻ തുടങ്ങി. കുറെ ദിവസമായല്ലോ ഇവിടെ കിടന്ന് കറങ്ങുന്നു, എന്താ ഉദ്ദേശം? ഒരു ദിവസം റോജ ആ യുവാവിനോട് ചോദിച്ചു. നിന്നെ കാണാൻ വരുന്നത് അല്ലാതെന്ത്? യുവാവ് യാതൊരു സങ്കോചവുമില്ലാതെ അങ്ങനെ പറഞ്ഞപ്പോൾ റോജ വല്ലാതെയായിപ്പോയി. അവളൊന്നും മിണ്ടാതെ വെള്ളവും എടുത്ത് വേഗത്തിൽ വീട്ടിലേക്ക് നടന്നുപോയി. ഇതെന്താ പാപ്പ ഈ എണ്ണുന്നേ? വെള്ളം അടുക്കളയിലെ തിണ്ണയിൽ വെച്ച് റൂമിലേക്ക് വന്നപ്പോഴായിരുന്നു ശേഖരിച്ചു വെച്ച പണം എണ്ണി തിട്ടപ്പെടുത്തുന്ന അബുവിനെ അവൾ കണ്ടത്. അബു തന്റെ മകളെ വാത്സല്യത്തോടെ നോക്കി. നിനക്ക് വേണ്ടിയുള്ള സേവിങ്സാ, അയാൾ അഭിമാനത്തോടെ പറഞ്ഞു. എന്തിനാ അങ്ങനെ കഷ്ടപ്പെട്ട് കൂട്ടിവെക്കുന്നത്? ബാപ്പാന്റെ ആവശ്യങ്ങൾക്ക് എടുത്തൂടെ? റോജ കരുണയുടെ നോട്ടം കൊണ്ട് അയാളെ നോക്കി. എന്റെ ആവശ്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനു മുമ്പ് നിന്നെ നല്ലൊരു ചെക്കനെ കൊണ്ട് കെട്ടിക്കണ്ടേ, എന്നാലേ എനിക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റൂ.
അബു നേർത്ത നെടുവീർപ്പോടെ പറഞ്ഞു. അതിന് നിങ്ങളിപ്പോഴേ ശരിക്കൂട്ടി വെച്ചിട്ട് വെറുതെയാ. ഞാനൊരു ജോലിയായിട്ടേ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കൂ. റോജ ചുണ്ടു കോട്ടിക്കൊണ്ട് അബുവിനോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോളെ, പ്രായം 20 ആയില്ലേ? അതൊക്കെ ഇപ്പൊ ഒരു വയസ്സാണോ പാപ്പ ഈ നൂറ്റാണ്ടിലൊന്നും അല്ല ജീവിക്കുന്നത്. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഒരു ജോലി ആവാതെ എനിക്ക് വിവാഹത്തെ കുറിച്ച് ആലോചിക്കേണ്ട. റോജ വാശിയോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. അബു നിരാശയോടെ മകൾ പോകുന്നതും നോക്കിയിരുന്നു. പിന്നീടുള്ള ഓരോ ദിവസത്തിന്റെയും പകുതിയിലും ആരംഭത്തിലും അവസാനത്തിലും റോജ ആ യുവാവിനെ കണ്ടു തുടങ്ങി. ആദ്യമൊക്കെ ഒരു ശല്യമായി തോന്നിയെങ്കിലും പോകെ പോകെ റോജയ്ക്കും ആ കണ്ടുമുട്ടൽ ഒരു ഹരമായി മാറി. ആദ്യം കണ്ണുകൾ കൊണ്ട് പ്രണയിച്ചവർ പിന്നീട് വാക്കുകൾ കൊണ്ട് പ്രണയിക്കാൻ തുടങ്ങി. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ യുവാവിന്റെ വാക്കുകളിൽ ആ പെണ്ണ് സ്വയം അറിയാതെ കുരുങ്ങിപ്പോയി. പക്ഷേ ഒരു നിമിഷം പോലും ആ പ്രണയം അതിർവരമ്പുകൾ ഭേദിച്ചില്ല. അത് അവനോടുള്ള ബഹുമാനവും വിശ്വാസവും വർദ്ധിച്ചു. ആ യുവാവിന്റെ പേര് അഷ്റഫ് എന്നായിരുന്നു. ഒരു ദിവസം അഷ്റഫ് അവളോട് പറഞ്ഞു, റോജ, നീ എന്തിനാണ് ഈ ദാരിദ്ര്യത്തിൽ കഴിയുന്നത്? എന്റെ കൂടെ നഗരത്തിലേക്ക് വാ, നമുക്ക് വിവാഹം കഴിക്കാം. ഞാൻ നിന്നെ രാജകുമാരിയെ പോലെ നോക്കാം. നിന്റെ ബാപ്പയെയും പിന്നീട് നമുക്ക് കൂട്ടാം. ഏയ്, എനിക്കതിന് കഴിയില്ല. ബാപ്പയെ തനിച്ചാക്കി ഞാൻ എവിടേക്കുമില്ല, റോജ പേടിയോടെ പറഞ്ഞു. നമ്മുടെ ഭാവിക്ക് വേണ്ടിയല്ലേ. നാളെ രാവിലെ ഞാൻ വണ്ടിയുമായി വരും. അഷ്റഫ് റോജയ്ക്ക് ആത്മധൈര്യം നൽകി. ഇല്ല, എനിക്ക് പറ്റില്ല. റോജ അതേ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഞാൻ നാളെ വരും. നീ എന്റെ കൂടെ വന്നില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഷ്റഫ് വേഗത്തിൽ എങ്ങോട്ടോ നടന്നുപോയി. റോജ ആശങ്കയോടെ കിഴക്കിൻകരയിൽ നിന്നു. അന്ന് രാത്രി അവൾക്ക് ഉറങ്ങാനേ സാധിച്ചില്ല. താൻ ചെയ്യുന്നത് തെറ്റോ ശരിയോ എന്ന് പോലും വേർതിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. ആശയക്കുഴപ്പങ്ങളിലേക്ക് വഴുതി വീണ് അവൾ തളർന്നുകൊണ്ടേയിരുന്നു. അന്ന് രാത്രി 1000 പ്രാവശ്യം അവൾ തന്റെ ബാപ്പയ്ക്കടുത്ത് പോയി മാപ്പ് ചോദിച്ചു. കണ്ണീരടർന്ന് ആ മിഴികൾ നേർത്തു പോയതുപോലെ ഒന്ന് തിളങ്ങി. പിറ്റേന്ന് രാവിലെ ആ ഗ്രാമം ഉണർന്നത് റോജ ആരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയി എന്ന വാർത്തയുമായിട്ടായിരുന്നു. കേട്ടവർ മൂക്കത്ത് വിരൽ വെച്ചുപോയി. പലർക്കും വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ട് തോന്നി. അബു നെഞ്ചു പൊട്ടി കരയുന്നത് കാണാൻ കഴിയാതെ പലരും ആ വഴി പോവാൻ തയ്യാറായില്ല. ഒരു ഗ്രാമം മുഴുവൻ അയാളെ ആശ്വസിപ്പിച്ചെങ്കിലും ആ പിതാവിന്റെ ഹൃദയം കത്തിക്കൊണ്ടേയിരുന്നു. നഗരത്തിലെ ഒരു വിജനമായ തെരുവിലെ പഴയ കെട്ടിടത്തിനു മുന്നിൽ വണ്ടി നിർത്തി അഷ്റഫ് അവളെ ഇറക്കി. അവിടെ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ടായിരുന്നു. റോജയ്ക്ക് വല്ലാത്ത വെപ്രാളം തോന്നി. അഷ്റഫ്, ഇതെവിടെയാ? നമ്മളെ വിവാഹം കഴിക്കാനല്ലേ വന്നത്? ഒന്നും മിണ്ടാതിരിക്കു പെണ്ണെ, അഷ്റഫ് അവളോട് ആക്രോശിച്ചു. റോജ പേടിച്ചു വിറച്ചുകൊണ്ട് പിറകോട്ട് നീങ്ങിപ്പോയി. ഇതാ നിനക്ക് വേണ്ട പെണ്ണ്. അഷ്റഫ് ക്രൂരമായി ചിരിച്ചു. റോജ ഭയന്നുപോയി. അവൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നി. ആ സമയം തന്റെ ബാപ്പയെ കുറിച്ച് ഓർത്തവൾ പൊട്ടിക്കരഞ്ഞുപോയി. അഷ്റഫ് ആ സ്ത്രീയിൽ നിന്ന് പണം എണ്ണി വാങ്ങി. അഷ്റഫ്, ചതിക്കല്ലേ, ദൈവത്തെ ഓർത്ത് എന്നെ ചതിക്കല്ലേ, ഞാൻ നിന്നെ വിശ്വസിച്ചല്ലേ വന്നത്, റോജ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇനി നിന്റെ ജീവിതം ഇവിടെയാണ്. അവൻ അവളെ ആ സ്ത്രീക്കടുത്തേക്ക് തള്ളിയിട്ട് വേഗത്തിൽ കാറിൽ കയറിപ്പോയി. ഒരാഴ്ച കഴിഞ്ഞിട്ടും അബുവിന്റെ ഹൃദയം തണുത്തില്ല. മകളെ കാണാതായ വിഷമത്തിൽ അബു നീറി കിടപ്പിലായി. പിന്നീട് അയാൾ ഒരു നിത്യരോഗിയായി മാറുകയും ചെയ്തു. അയൽവാസികളും ഗ്രാമവാസികളും അയാളെ തങ്ങളുടെ വീട്ടിലെ അംഗത്തെപ്പോലെ സംരക്ഷിക്കുകയും പരിചരിക്കുകയും ചെയ്തു. മാസങ്ങൾക്കു ശേഷം അവശയായ നിലയിൽ റോജയെ ആ ഗ്രാമത്തിലുള്ള ഫിറോസ് എന്നു പറയുന്ന വ്യക്തി നഗരത്തിൽ നിന്നും കണ്ടെത്തി. അയാൾ അവളെ അബുവിനടുത്തെത്തിച്ചു. പക്ഷേ തന്റെ പ്രിയപ്പെട്ട മകൾ ചതിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ അബുവിനത് താങ്ങാനായില്ല. അയാളുടെ രോഗം മൂർച്ഛിച്ചു. മോളെ, ഈ ബാപ്പയ്ക്ക് മാപ്പ് തരൂ. നിന്നെ സംരക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. ഒരു പക്ഷേ നിന്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. അബു മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് റോജയോട് അപേക്ഷിച്ചു. ബാപ്പ, എന്നെ വിട്ടു പോകല്ലേ. എനിക്ക് എന്റെ ബാപ്പ മാത്രല്ലേ ഉള്ളൂ. എന്നെ വിട്ടു പോവല്ലേ. റോജ പൊട്ടിക്കരഞ്ഞു. അബുവിന്റെ മരണശേഷം റോജ ആ വീട്ടിൽ തീർത്തും ഒറ്റപ്പെട്ടു പോയി. ഇതിനിടയിൽ അഷ്റഫ് പലതവണ വീണ്ടും റോജയുടെ അടുത്ത് വന്ന് ഭീഷണിപ്പെടുത്തി. ഫിറോസും നാട്ടുകാരും ഇടപെട്ട് അഷ്റഫിനെ പോലീസിൽ ഏൽപ്പിച്ചു. യഥാർത്ഥത്തിൽ അഷ്റഫ് ഒരു പെൺവാണിഭ സംഘത്തിലെ ഒരാളായിരുന്നു. പല രാജ്യങ്ങളിൽ നിന്നും പെൺകുട്ടികളെ വലയിലാക്കി മറ്റുള്ളവർക്ക് വിറ്റ് പൈസ വാങ്ങുക എന്നതായിരുന്നു അവന്റെ പ്രധാന ദൗത്യം. ഈ തവണ പെട്ടത് റോജയാണെന്ന് മാത്രം. അഷ്റഫിന്റെ ചതിയിൽപ്പെട്ട റോജ ഗർഭിണിയായിരുന്നു. നാട്ടുകാർക്ക് അവളോട് ദേഷ്യം തോന്നിയെങ്കിലും ആരുമില്ലാത്ത പെൺകുട്ടിയാണെന്ന സഹതാപം അവളോട് തോന്നി തുടങ്ങി. പലരും അവളെ സഹായിച്ചു തുടങ്ങി. മാസങ്ങൾക്കു ശേഷം അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയെങ്കിലും പിന്നീട് റോജയും മരണത്തിന് കീഴടങ്ങി.
ഈ ലോകത്ത് ആരുമില്ലാത്ത ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് അബുവിന്റെ അയൽവാസിയും സുഹൃത്തുമായ ഫിറോസ് പറഞ്ഞു, നീ തനിച്ചല്ല മോനെ. നിന്റെ ഉമ്മയുടെയും അപ്പൂപ്പന്റെയും അവസാന ഓർമ്മയായി നീ എന്റെ കൂടെ, ഞങ്ങളുടെ കൂടെ ഈ ഗ്രാമത്തിൽ ജീവിക്കും.